കരയല്ലേ? ആരാടി അത്? പപ്പേച്ചിയുടെ വീട്ടില് ആശാരിപ്പണിക്ക് വന്ന ആളാ. എന്താണ് നീ അവനായിട്ട്? ഒന്നുമില്ല. നീ ഒന്ന് വിളിച്ച് ചോദിക്കാം അവളോട്. എന്ത്? നിങ്ങൾക്ക് വല്ല പ്രാന്തമുണ്ടോ? അവളെ ഇന്നും ഇന്നലെയാണോ നമ്മൾ കാണുന്നേ? ഇപ്പോഴത്തെ കാലത്ത് പെണ്ണ് കാണുന്ന മിണ്ടുകയും പറയുകയും ചെയ്യുന്നത് ഒരു വലിയ കാര്യ. അതെങ്ങനെയാ? ചീത്ത മാത്രല്ലേ കാണൂ. ഞാൻ കാണുന്നത് പറയുന്നത് മുഴുവൻ ചീത്ത. നിങ്ങളൊക്കെ വലിയ പുണ്യാളന്മാര് ആയിക്കോട്ടെ. ഞാൻ ഒരക്ഷരം മിണ്ടണില്ല. നീയായി നിന്റെ പാടായി. ഓ പിന്നെ മിണ്ടാണ്ടിരിക്കണ ഒരു മുതല്. ഒന്നല്ലെങ്കിൽ വായ തുന്നിക്കെട്ടണം, എല്ലാ ബാക്കിയുള്ളവർ ചെവിക്കകത്തോട്ട് ഈ ഉരുക്കി ഒഴിക്കണം. നീ ഉറങ്ങിയില്ലേ? അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ നീ അത് കാര്യമായിട്ട് എടുക്കണ്ട. സ്വഭാവം അറിയാലോ. അമ്മായി പറഞ്ഞത് ശരിയാ. ഞാനും ശശിയേട്ടനും ഇഷ്ടത്തിലാ. ഞങ്ങള് ചോദിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്നേ പെണ്ണ് മോളെ, അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? ഇന്നിപ്പം മാറ്റളക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ ഒരുപാട് നീ അപ്പൊ 100 രൂപ വാങ്ങിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവരും പറഞ്ഞാൽ നമ്മള് നീ അത് മുഴുവൻ ഇന്നലെ നശിപ്പിച്ചില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? രാധയുടെ കാര്യമാണ് ചോദിച്ചത്. അത് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ഇനിയുള്ള പേര് പോലും നീ ഓർത്താ കൊല്ലും ഞാൻ. ചന്ദ്രനെ ഇതൊന്നും ചെയ്യില്ല.
ദിവാര ഉം? നീ എന്തെങ്കിലും ഒന്ന് പറയടാ. എന്ത് പറയാനമ്മേ? അവളുണ്ടില്ലേ അമ്മേ? എന്നൊരു വസ്തു കഴിച്ചിട്ടില്ല. അമ്മയ്ക്ക് നിർബന്ധിച്ചെന്തെങ്കിലും കഴിപ്പിക്കായിരുന്നില്ലേ? പറയുന്നിട്ടാണോ? അനുസരിക്കണ്ടേ? വാശി. അത് മുഴുവൻ തിന്നടാ. അതെ മോളെ, സാരില്ല. ദിവാരേട്ടന് സഹിക്കാൻ പറ്റാത്തോണ്ടല്ലേ. ഇന്നലെ വരെ നിന്നെ നുള്ളിപ്പോലും നോവിച്ചിട്ടുണ്ടോ ദിവാരേട്ടൻ? ദിവാരേട്ടൻ ഈ ജന്മത്ത് എന്തും വേണ്ടെന്ന് വയ്ക്കാം, നിന്നെ ഒഴിച്ച്. കുട്ടിയായിരിക്കും മുതല് ദിവാരേട്ടൻ നിന്നെ മോഹിക്കണതാ. നിന്നൊരാള് പത്നിയിച്ച് പോലും നിന്നെ അതിരുവിട്ട് സ്നേഹിക്കണം എനിക്കിഷ്ടമല്ല. അപ്പൊ പിന്നെ വേറൊരാളോട് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ സഹിക്കുക? സാരമില്ല. ദിവാരേട്ടനോട് ദേഷ്യമുണ്ടോ നിനക്ക്? കുട്ടികളാകുമ്പോ ചില വിവരക്കേടും എടുത്തിയാട്ടവും ചില തമാശകളികളൊക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ ഉണ്ട് ദിവാരേട്ടന്. അത് പോട്ടെ, മറന്നുകള. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല ലോകം. മിന്നണതെല്ലാം പൊന്നല്ല. ദിവാരില്ലേ അവിടെ? ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വേണം, കാണിച്ചു തരാം.